ഹായ്, ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം ഫ്ലിപ്കാർട്ടിൽ വാങ്ങിയ സാധനം കേട്ടോ. സംഭവം എന്താ വെച്ചാൽ നമ്മുടെ മൊബൈൽ ഹോൾഡറാണ് കാറിലൊക്കെ വെക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് വാങ്ങി പലർക്കും ഈ സംഭവം പറ്റിയിട്ടുണ്ടാവും. അതായത് നമ്മളിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ഗമ്മ് വരുന്നുണ്ട്, സ്റ്റിക്കർ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഒട്ടിക്കുന്നത്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ വല്ല ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് സംഭവം ഇത് ഇളകി വരും. നമ്മൾ നല്ല കാശ് കൊടുത്തൊരു ഫോണൊക്കെ മേടിച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ താഴെ വീണ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഇതിന് ഒരു 500 രൂപേന്റെ വിലയുള്ളൂ. പക്ഷെ നഷ്ടപ്പെടുന്നത് നല്ല വിലയുള്ള ചിലപ്പോൾ ഫോൺ ആയിക്കട്ടെ, ചിലപ്പോൾ ഡിസ്പ്ലേ പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വരും, അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാനിതിന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതാണ് സംഭവം, നിൽക്കുന്നില്ല ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ വെക്കാൻ നോക്കിയത്. പക്ഷെ സാധനം ഇവിടെ നിൽക്കുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു രക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സ് കിക്കില്ലേ, ഈ സാധനം ലേശം ആക്കിയിട്ട് ഒന്ന് വെച്ച് നോക്കാം. നിൽക്കുന്നുള്ള പ്രതീക്ഷയില്ല. പിന്നെ നമ്മളെ റോഡിന്റെ അവസ്ഥ അറിയാലോ, മിക്കവാറും ചിലപ്പോൾ വല്ല കെട്ടലും ചാടുമ്പോൾ വീണ്ടും ഇളകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് വെക്കുന്നവർ ശരിക്കും ശ്രദ്ധിക്കുക, കാരണം പണി കിട്ടാനുള്ള നല്ല സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ഗമ്മ് വെച്ചിട്ട് ഫ്ലെക്സ് കിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കാം. സംഭവം കുറച്ച് ഡേഞ്ചറാണ് ഈ പരിപാടി. അപ്പോൾ ഇത് സംഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ലോക്ക് പോലെ സംഭവം വരുന്നുണ്ട്. ഇതിങ്ങനെ മുകളിലേക്ക് ആക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. എന്നാലും ഇത് നിൽക്കും തോന്നുന്നില്ല. എന്തായാലും ഇത് വെച്ച് നോക്കട്ടെ. ഇത് ഗ്ലാസ്സിൽ വെക്കാനാണ് തോന്നുന്നത് ഈ ഒരു സംഭവം വെക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഡാഷ്ബോർഡിൽ വെക്കുമ്പോൾ അങ്ങനെ എന്നാൽ ഡാഷ്ബോർഡിൽ വെച്ച് കഴിഞ്ഞാലും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം നിൽക്കുന്ന അറിയില്ല. നോക്കട്ടെ എന്തായാലും കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടൊന്ന് വെച്ച് നോക്കാം. ഇത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് ഈ ലിവർ താഴത്തോട്ടാക്കുക. വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ പണി കിട്ടാനും ചാൻസ് ഉണ്ട്. എന്തായാലും മൊബൈലൊന്ന് വെച്ച് നോക്കട്ടെ. ഒരു ധൈര്യമല്ല കേട്ടോ സംഭവം വെക്കാനായിട്ട്. ഓക്കെ, ഫോണെന്ന് വെച്ച് നോക്കാം. ഫോൺ വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സാധനം ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ പ്രസ് ചെയ്ത് ഇതിന്റെ ബാക്ക് സൈഡിലാണ് ഒരു സ്വിച്ച് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു സ്വിച്ച് വരുന്നുണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ സാധനം അത് ഓപ്പൺ ആവും. കണ്ടല്ലേ, ഇത് പ്രസ് ചെയ്യുക, അപ്പോൾ അത് ഓപ്പൺ ആയി. അതിനുശേഷം നമ്മളിതാ ഫോണ് ഇവിടെ ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നിൽക്കുന്നുള്ളതൊക്കെയാണ് പറയുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ധൈര്യം പോരട്ടോ അത് വെക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്ലെക്സ് കിക്ക് കൊണ്ട് എടുത്ത് വെച്ചത്. ഇതും കൂടെ വെച്ചിട്ട് ഒട്ടിക്കാനുള്ളൊരു പരിപാടിയിലാണ് ഞാൻ. എന്നാലും ഇപ്പൊ തൽക്കാലം ഇങ്ങനെ നിൽക്കട്ടെ. ഇത് പോരുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം പോന്നു. ഇപ്പൊ ഞാൻ നന്നായിട്ട് വെച്ചിട്ടുണ്ട്, ടൈറ്റ് ഉണ്ട് അത്യാവശ്യം. പക്ഷെ എന്നാൽ അടുത്ത പ്രാവശ്യം ഇത് പോരുകയാണെങ്കിൽ എന്തായാലും ഫ്ലെക്സ് കിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഇത് വാങ്ങിക്കുന്നവർ ശ്രദ്ധിക്കുക. അത്യാവശ്യം വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ വാങ്ങാൻ വേണ്ടി നോക്കുക. ഇതിപ്പോ പോർട്രോണിക്സ് എന്നൊരു കമ്പനീൻ്റെയാണ് ഞാൻ ഫ്ലിപ്കാർട്ടിലാണ് വാങ്ങിയത്. ഇതിന് വില വന്നിരിക്കുന്നത് 300 രൂപയാണ്. ഇതിൽ MRP ഇടുന്നത് 799 എന്താണ്. പക്ഷെ 300 രൂപയാണ് ഇതിന്റെ വില. അത്യാവശ്യം റിവ്യൂ ഉള്ള സാധനമാണ്. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. റിവ്യൂ ഞാൻ ഇപ്പോൾ പറയുന്നില്ല, വെച്ച് നോക്കി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം. ഓക്കെ, അപ്പോൾ ബൈ.